അനുചിതമായ മുലയൂട്ടൽ കാരണം ശരീരഭാരം കുറയുന്നത് സംബന്ധിച്ച സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കും. കുഞ്ഞിന് ആവശ്യത്തിന് മുലപ്പാൽ ലഭിക്കാത്തതിന്റെ മുലയൂട്ടലുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ, ആ കാരണങ്ങൾക്കുള്ള ശുപാർശ ചെയ്ത പരിഹാരങ്ങൾ, ജനനം മുതൽ 6 മാസം വരെയുള്ള കുഞ്ഞുങ്ങളിൽ ശരീരഭാരം കുറയുന്നത് ഒരു പ്രധാന കാരണം, കുഞ്ഞിന് മുലപ്പാൽ ആവശ്യത്തിന് ലഭിക്കുന്നില്ല എന്നതാണ്. ഒരു കുഞ്ഞിന് വേണ്ടത്ര മുലപ്പാൽ ലഭിക്കാത്തതിന് നിരവധി കാരണങ്ങളുണ്ട്. അവയെ 4 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ആദ്യത്തെ വിഭാഗം മുലയൂട്ടൽ ഘടകങ്ങളാണ്. രണ്ടാമത്തെ വിഭാഗം അമ്മയുടെ മാനസിക ഘടകങ്ങളാണ്. മൂന്നാമത്തെ വിഭാഗം അമ്മയുടെ ശാരീരിക അവസ്ഥയാണ്. നാലാമത്തെ വിഭാഗം കുഞ്ഞിന്റെ ശാരീരികാവസ്ഥയാണ്. ഈ ട്യൂട്ടോറിയലിൽ മുലയൂട്ടൽ ഘടകങ്ങളിൽ ചിലത് ഞങ്ങൾ ചർച്ച ചെയ്യും. മറ്റു 3 വിഭാഗങ്ങൾ മറ്റൊരു ട്യൂട്ടോറിയലിൽ വിശദീകരിച്ചിരിക്കുന്നു. മുലയൂട്ടൽ കാലതാമസത്തോടെ ആരംഭിക്കുന്നതാണ് ആദ്യത്തെ മുലയൂട്ടൽ ഘടകം. ജനിച്ച് 1 മണിക്കൂറിനുള്ളിൽ ഇത് ആരംഭിക്കണം. അങ്ങനെ ചെയ്യുന്നത് കുഞ്ഞിന് സ്തനത്തോട് ആഴത്തിലുള്ള ബന്ധം പഠിക്കാൻ സഹായിക്കും. ഗർഭിണികളായ സ്ത്രീകൾക്ക് അവരുടെ അവസാന ത്രിമാസത്തിൽ മുലയൂട്ടൽ കഴിവുകളിൽ പരിശീലനം നൽകണം. മുലയൂട്ടൽ ആരംഭിക്കുന്നതിന് ജനനത്തിന് ശേഷമുള്ള ചർമ്മത്തിൽ ബന്ധപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ഇതേ പരമ്പരയിലെ മറ്റു ട്യൂട്ടോറിയലുകളിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. കുഞ്ഞിന്റെ മോശം സ്ഥാനമാണ് മുലയൂട്ടലിന്റെ രണ്ടാമത്തെ ഘടകം. അമ്മ കുഞ്ഞിന്റെ കഴുത്ത് മുന്നോട്ട് വളയ്ക്കരുത്. കുഞ്ഞിന്റെ മൂക്ക്, നാസാന്തരങ്ങൾ എപ്പോഴും മുലക്കണ്ണിന് അനുസൃതമായിരിക്കണം. കുഞ്ഞിന്റെ മൂക്ക് മുലക്കണ്ണിന് മുകളിൽ നിൽക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. മുതിർന്നവരായതിനാൽ വെള്ളം കുടിക്കാൻ നമ്മൾ തല പിന്നിലേക്ക് ചായ്ച്ച് കഴുത്ത് നീട്ടുന്നു. അതുപോലെ പാൽ കുടിക്കാൻ കുഞ്ഞിന്റെ കഴുത്ത് നീട്ടണം. കഴുത്ത് നീട്ടാൻ അമ്മയ്ക്ക് കുഞ്ഞിനെ മറ്റേ സ്ഥാനത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ കഴിയും. അമ്മ കുഞ്ഞിന്റെ കഴുത്ത് വശത്തേക്ക് തിരിക്കരുത്. ഇത് കുഞ്ഞിന് പാലിറക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. കുഞ്ഞിന്റെ നെഞ്ചും വയറും അമ്മയുടെ നെഞ്ചിൽ ചെറുതായി അമർത്തണം. മുലയൂട്ടുമ്പോൾ കുഞ്ഞമ്മയുടെ നെഞ്ചിന് അഭിമുഖമായിരിക്കണം, മുഖത്ത് ആകരുത്. ഈ ചിത്രത്തിൽ കുഞ്ഞിന്റെ മുഖം ക്രോസ് ക്രാഡിൽ ഹോൾഡിംഗിൽ ശരിയായി സ്ഥാപിച്ചിരിക്കുന്നു. കുഞ്ഞിന്റെ മേൽചുണ്ട് വലത് സ്തനത്തിൽ 9 മണിയുടെ സ്ഥാനത്താണ്. കുഞ്ഞിന്റെ കീഴ്ചുണ്ട് 3 മണിയുടെ സ്ഥാനത്താണ്. കുഞ്ഞിന്റെ കാലുകൾ അമ്മയുടെ കൈയിൽ നന്നായി ഒതുക്കണം. അല്ലാത്ത പക്ഷം നിപ്പിൾ ഫീഡിംഗ് ആയി കുഞ്ഞ് താഴേക്ക് വീഴും. കുഞ്ഞിന്റെ ഉടുപ്പ് അമ്മയുടെ കൈമുട്ടിന്റെ മടക്കിൽ വയ്ക്കാം. ഇത് കുഞ്ഞ് താഴേക്ക് വീഴുന്നത് തടയും. മൂന്നാമത്തെ മുലയൂട്ടൽ ഘടകം കുഞ്ഞിനെ സ്തനത്തോട് മോശമായി ബന്ധിപ്പിക്കുന്നതാണ്. കുഞ്ഞ് വായ വിശാലമായി തുറക്കുന്നതുവരെ അമ്മ കുറഞ്ഞത് 2-3 മിനിറ്റെങ്കിലും കാത്തിരിക്കണം. ഇത് 120-നും 160-നും ഇടയിൽ ഡിഗ്രീസ് വീതിയിൽ തുറന്നിരിക്കണം. അതിനുശേഷം മാത്രമേ അമ്മ തന്റെ മുലകൾ കുഞ്ഞിന്റെ വായിൽ വയ്ക്കാവൂ. കുഞ്ഞിന്റെ ചുണ്ടുകളും താടിയും ഒരിക്കലും ഏരിയോളയിൽ നിന്ന് അകലെ ആയിരിക്കരുത്. കുഞ്ഞിന്റെ വായ അമ്മയുടെ മുലയിൽ ആഴത്തിൽ അമർത്തണം. അല്ലെങ്കിൽ പാല് കുടിക്കുമ്പോൾ കുഞ്ഞിന്റെ കവിളുകളിൽ കുഴികൾ പ്രത്യക്ഷപ്പെടും. മുലക്കണ്ണ് പൊട്ടുമ്പോൾ കവിളിൽ
കുഴികൾ പ്രത്യക്ഷപ്പെടും. കുഞ്ഞിന്റെ വായിൽ മുകളിലെ ഏരിയോള കൂടുതലുള്ളതാണ് മറ്റൊരു കാരണം. അമ്മയുടെ വിരലുകൾ മുലയിൽ അമർത്തുന്നത് കുഞ്ഞിന്റെ ചുണ്ടുകൾക്ക് സമാന്തരമായിരിക്കണം. താഴത്തെ ഏരിയോളയുടെ വലിയൊരു ഭാഗം കുഞ്ഞിന്റെ വായിലേക്ക് പോകുന്നുണ്ടെന്ന് ഇതുറപ്പാക്കും. കുഞ്ഞ് മുലക്കണ്ണ് മാത്രം കുടിക്കുകയാണെങ്കിൽ അതിനൊരിക്കലും ആവശ്യത്തിന് പാല് ലഭിക്കില്ല. മുലയിലേക്ക് ആഴത്തിലുള്ള അടുപ്പം വളരെ പ്രധാനമാണ്. മുലയിലേക്കുള്ള കുഞ്ഞിന്റെ അടുപ്പം ആഴത്തിലുള്ളതാണോ എന്ന് പരിശോധിക്കേണ്ടത് പ്രധാനമാണ്. ഇത് ചെയ്യുന്നതിന് കുഞ്ഞിന്റെ താഴത്തെ ചുണ്ടിന് സമീപം അമ്മയ്ക്ക് മുല അമർത്താം. മുല കൊടുക്കുമ്പോൾ ഏരിയോളയുടെ താഴത്തെ ഭാഗം മുഴുവൻ കുഞ്ഞിന്റെ വായിലായിരിക്കണം. കുഞ്ഞിന്റെ മേൽചുണ്ട് അമ്മയുടെ മുലക്കണ്ണിന് മുകളിലായിരിക്കണം. കുഞ്ഞിന്റെ കീഴ്ചുണ്ട് ഏരിയോളയുടെ അതിർത്തിയിലായിരിക്കണം. ഏരിയോള ചെറുതാണെങ്കിൽ കുഞ്ഞിന്റെ കീഴ്ചുണ്ട് മുലയിലായിരിക്കണം. ഇത് കുഞ്ഞിന് ആവശ്യത്തിന് പാൽ ലഭിക്കാൻ സഹായിക്കും. മുലയിലേക്കുള്ള ആഴത്തിലുള്ള അടുപ്പം മറ്റൊരു ട്യൂട്ടോറിയലിൽ വിശദീകരിച്ചിരിക്കുന്നു. അമ്മ കുഞ്ഞിന് പിൻപാൽ കൊടുക്കാത്തതാണ് മുലപ്പാൽ നൽകുന്ന 4ാമത്തെ ഘടകം. ആദ്യ പാൽ നൽകിയതിനു ശേഷം വരുന്ന കട്ടിയുള്ള പിൻപാൽ കുഞ്ഞിന് നൽകണം. ഇത് കുഞ്ഞിന്റെ തലച്ചോറിനും വളർച്ചയ്ക്കും ആവശ്യമായ നല്ല കൊഴുപ്പുകളാൽ സമ്പുഷ്ടമാണ്. പാല് കൊടുക്കാത്തത് ശരീരഭാരം മോശമാക്കും. കുഞ്ഞിന് പിൻപാൽ കൊടുത്തിട്ടുണ്ടോ എന്ന് അമ്മയ്ക്ക് പരിശോധിക്കാം. അവൾക്ക് കൈകൊണ്ട് ഞെക്കി പാൽ വരുത്താം. കട്ടി കുറഞ്ഞ പാൽ വന്നാൽ കുഞ്ഞിന് ഇതുവരെ പിൻപാൽ കിട്ടിയിട്ടില്ല. അമ്മ ഒരേ മുലയിൽ നിന്ന് പാൽ ഊട്ടുന്നത് തുടരണം. കൂടാതെ അമ്മ പാല് കിട്ടാൻ അമർത്തുമ്പോൾ കട്ടിയുള്ള പാലിന്റെ നല്ല ഒഴുക്ക് കണ്ടേക്കാം. ഒരേ മുലയിൽ നിന്ന് ഭക്ഷണം നൽകുന്നത് തുടരുന്നതിനുള്ള മറ്റൊരു സൂചനയാണിത്. 5ാമത്തെ മുലയൂട്ടൽ ഘടകം നിശ്ചിത സമയങ്ങളിൽ പാലൂട്ടുക എന്നതാണ്. മുതിർന്നവരുടെ ഭക്ഷണം പോലെ മുലയൂട്ടലിനും പ്രത്യേക സമയമില്ല. വിശപ്പിന്റെ ആദ്യ സൂചനകൾക്കനുസരിച്ച് കുഞ്ഞിന് ഭക്ഷണം നൽകണം. വിശപ്പിന്റെ ആദ്യ സൂചനകൾ വിരലുകൾ കുടിക്കുന്നതാണ്. പിന്നെ തലവശങ്ങളിൽ നിന്ന് വശത്തേക്ക് തിരിക്കുക മുതലായവ. അമ്മ ഈ സൂചനകൾ തിരിച്ചറിയുകയും കുഞ്ഞിന് ഉടൻ പാൽ നൽകുകയും വേണം. കുഞ്ഞ് കരയുന്നത് വരെ അവർ കാത്തിരിക്കരുത്. കാരണം കരയുന്നത് വിശപ്പിന്റെ ഒരു സൂചനയാണ്. 6ാമത്തെ മുലയൂട്ടൽ ഘടകം വേണ്ടുവോളം പാൽ നൽകാത്തതാണ്. 24 മണിക്കൂറിനുള്ളിൽ 10 മുതൽ 12 തവണയെങ്കിലും കുഞ്ഞിന് മുലപ്പാൽ നൽകണം. പരമാവധി ആവർത്തി കുഞ്ഞിന്റെ വിശപ്പിന്റെ സൂചനകളെ ആശ്രയിച്ചിരിക്കുന്നു. ചിലപ്പോൾ കുഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ പലതവണ പാൽ കുടിക്കാൻ ആഗ്രഹിക്കും. കുഞ്ഞിന് എത്ര തവണ വേണമെങ്കിലും പാൽ നൽകണം. 7ാമത്തെ മുലയൂട്ടൽ ഘടകം രാത്രിയിലെ ഭക്ഷണം കൊടുക്കാത്തതാണ്. മുലയൂട്ടുന്ന അമ്മയിൽ പ്രൊലാക്റ്റിൻ അളവ് രാത്രിയിൽ കൂടുതലായിരിക്കും. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. രാത്രി മുലപ്പാൽ കൊടുക്കാതിരുന്നാൽ മുലപ്പാൽ ലഭ്യത കുറയും. അതിനാൽ കുഞ്ഞുങ്ങൾക്ക് രാത്രിയിൽ കുറഞ്ഞത് 3-4 തവണയെങ്കിലും മുലപ്പാൽ നൽകണം. ചിലപ്പോൾ കുഞ്ഞ് രാത്രിയിൽ 3 മണിക്കൂറിൽ കൂടുതൽ ഉണരുകയില്ല. മുലയൂട്ടാൻ അമ്മ കുഞ്ഞിനെ ഉണർത്തണം. കുഞ്ഞിന്റെ പാദങ്ങളിൽ അല്ലെങ്കിൽ കുഞ്ഞിന്റെ പിൻഭാഗം ഇക്കിളിപ്പെടുത്തിക്കൊണ്ട്.
അവൾക്കിത് ചെയ്യാൻ കഴിയും. കുഞ്ഞിനെ ഇരുത്തിക്കൊണ്ട് ഉണർത്താനും കഴിയും. 8ാമത്തെ മുലയൂട്ടൽ ഘടകം മുലയൂട്ടലിന്റെ ഹ്രസ്വകാലമാണ്. കുഞ്ഞ് പാല് കിട്ടാൻ ആഗ്രഹിക്കുന്നിടത്തോളം പാല് നൽകണം. കുഞ്ഞിന് പാൽ കൊടുക്കുകയാണെങ്കിൽ അമ്മ കുഞ്ഞിനെ മുലയിൽ നിന്ന് എടുക്കരുത്. കുഞ്ഞ് പൂർണ്ണതയുടെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ മാത്രം അമ്മ പാൽ നൽകുന്നത് നിർത്തണം. പൂർണ്ണതയുടെ അടയാളങ്ങൾ അതിന്റെ വായ അടയ്ക്കുക, മുലയിൽ നിന്ന് തല തിരിക്കുക മുതലായവ. 9ാമത്തെ മുലയൂട്ടൽ ഘടകം പാല് നൽകുമ്പോൾ കുഞ്ഞുറങ്ങുന്നു. മുലയൂട്ടലിന്റെ ആദ്യ ആഴ്ചകളിൽ പാൽ നൽകുമ്പോൾ കുഞ്ഞുറങ്ങിയേക്കാം. ഇതുമൂലം പാൽ കുറച്ചു കുടിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അമ്മ ഉടൻ തന്നെ കുഞ്ഞിനെ ഉണർത്തണം. കുഞ്ഞ് പാല് കുടിക്കാൻ വിസമ്മതിക്കുന്നതുവരെ അവൾ കുഞ്ഞിനെ ഉണർത്തുകയും പാൽ നൽകുകയും വേണം. 10ാമത്തെ മുലയൂട്ടൽ ഘടകം കുഞ്ഞിന് 2 മുലയിൽ നിന്നും പാൽ കൊടുക്കാത്തതാണ്. ചില അമ്മമാർ ഒരു മുലയിൽ നിന്ന് പാൽ ഭക്ഷണം കൊടുക്കുന്നു, മറ്റേ മുല ഒരിക്കലും നൽകില്ല. ഒരു മുല ശൂന്യമായ ശേഷം അമ്മ മറ്റേ മുലയും കുഞ്ഞിന് നൽകണം. മറ്റേ മുലയിൽ നിന്ന് പാൽ കുടിക്കണോ എന്ന് കുഞ്ഞ് തീരുമാനിക്കും. 11ാമത്തെ മുലയൂട്ടൽ ഘടകം ഫീഡിംഗ് ബോട്ടിലുകൾ ഉപയോഗിക്കുന്നത്, നിപ്പിൾ ഷീൽഡ്സ് മുതലായവ. ഇത് കുഞ്ഞിന്റെ സ്വാഭാവികമായും അമ്മയുടെ നെഞ്ചിൽ ആഴത്തിൽ അടുപ്പിക്കാൻ അനുവദിക്കുന്നില്ല. അവ ഒഴിവാക്കാൻ അമ്മയെ ശരിയായ മുലയൂട്ടൽ വിദ്യ പഠിപ്പിക്കണം. കുഞ്ഞിന് മറ്റു ഭക്ഷണമോ ദ്രാവകങ്ങളോ നൽകുന്നതാണ് അവസാനത്തെ മുലയൂട്ടൽ ഘടകം. ജീവിതത്തിന്റെ ആദ്യ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രം കൊടുക്കണം. മറ്റു ദ്രാവകങ്ങളോ ഭക്ഷണമോ മുലപ്പാൽ പോലെ പോഷകഗുണമുള്ളതും സുരക്ഷിതവുമല്ല. അവ അണുബാധയ്ക്ക് കാരണമായേക്കാം. അവ കുഞ്ഞിന്റെ വയറും നിറയ്ക്കും. അതിനാൽ അമ്മയുടെ പാൽ കുടിക്കാൻ കുഞ്ഞിന് വിശപ്പ് തോന്നില്ല. ഇത് ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. കണ്ടതിന് നന്ദി.